ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാർട്ട് 31 വീഡിയോയുമായിട്ടാണ്. യെസ്, ഇലക്ട്രീഷ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. PYQ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 79/2022 എന്നുള്ള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇലക്ട്രീഷ്യൻ്റെ ഒരു ചോദ്യപേപ്പറായിരുന്നു. അതിൻ്റെ പ്രത്യേകത നമ്മളിനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ അതേ സിലബസിൽ ചോദിച്ച ഒരു 2022 പരീക്ഷയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 20 ചോദ്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 20 ചോദ്യങ്ങളും മെഷീൻസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ടഫായിട്ട് തോന്നിയ ഭാഗം എന്ന് പറയുന്നത് ഈ മെഷീൻസിലെ 20 ചോദ്യങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. പക്ഷെ അത് ടഫ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം നമുക്ക് മെഷീൻസിൽ അത്രത്തോളം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഞാൻ നിലവിൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ലെവൽ പരീക്ഷകളാണ്. ദെൻ എബോവ് ഡിഗ്രി ലെവൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലെയുള്ളത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് സിലബസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ITI ലെവൽ സിലബസിലാണ്. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെഷീൻസും DC മെഷീൻ ആയാലും AC മെഷീൻ ആയാലും ഇപ്പം ട്രാൻസ്ഫോമർ ആയാലും വളരെ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ അധികം ഏരിയ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രീഷ്യൻ സിലബസിലാണ്. ഞാൻ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ ചെറിയ പോയിന്റിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്ലോമ ലെവലിലോ ഡിഗ്രി ലെവലിലോ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ മെയിൻ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു സ്ലിപ്പ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം, ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് മെഷീൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം വരും അല്ലേ. ആ രീതിയിൽ നമുക്ക് ഉറപ്പുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇപ്പം ലോസസ് പഠിക്കുന്ന സമയത്ത് കോപ്പർ ലോസും സ്ലിപ്പൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും വരാറുണ്ട്. ദെൻ ആർമേച്ചർ റിയാക്ഷൻ എന്നൊരു ചോദ്യം വരും. അത് വന്നാലും ഏത് രീതിയിൽ മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഇത് എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. കുറേയധികം ഏരിയാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വൈഡായിട്ടുള്ളൊരു നോളജ്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഒരു 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളൊന്ന് പറയുക. ടഫ് എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് മുഴുവൻ പഠിച്ചവർക്ക് മാത്രമേ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പറ്റൂ. തുടങ്ങിയാലോ? യെസ്. സോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് സെക്ഷനിൽ കുറേയധികം വീഡിയോസ്, ഏകദേശം ഒരു 33 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെയധികം ഉദ്യോഗാർത്ഥികൾ സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ്. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒരു DC ജനറേറ്ററിൻ്റെ ഫീൽഡ് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ EMF ഔട്ട്പുട്ട് എത്ര? ഞാൻ ആദ്യമേ പറഞ്ഞു, മലയാളം ചോദ്യമായിരിക്കില്ല, നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി അല്ലേ. ഏത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഒരു DC ജനറേറ്ററിൻ്റെ ഫീൽഡ് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ EMF ഔട്ട്പുട്ട് എത്ര? ഈ ഒരു സെക്ഷൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വോൾട്ടേജ് ബിൽഡപ്പിൻ്റെ DC ജനറേറ്ററാണ്. എങ്ങനെയാണ് ഒരു DC ജനറേറ്ററിൽ വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവുക? അവിടെ ഒരു റെസിജ്വൽ മാഗ്നറ്റിസം ഉണ്ടാവണം. ദെൻ ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ത് ചെയ്യണം, എയ്ഡ് ചെയ്യണം അല്ലേ. ഓപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിജ്വൽ മാഗ്നറ്റിസം പോയി പോകും. ഓക്കെ, ആ രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഇതിൻ്റെ ആൻസർ എന്താ? DC ജനറേറ്ററിൻ്റെ ഫീൽഡ് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ EMF ഔട്ട്പുട്ട് എത്ര? അനന്തമായി വർദ്ധിക്കുന്നു? ഒരിക്കലും അനന്തമായി വർദ്ധിക്കാൻ പോകുന്നില്ല. കാന്തിക പരിധി എത്തുന്നതുവരെ വർദ്ധിക്കുന്നു. എന്താണ് കാന്തിക പരിധി? യെസ്, അതിനൊരു മാഗ്നറ്റിസം ഉണ്ടല്ലേ. എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു DC ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ബിൽഡപ്പ് അതെങ്ങനെ നടക്കുന്നത്? യെസ്, എക്സാമ്പിളായിട്ട് ഞാനൊരു DC ഷണ്ട് മെഷീൻ എടുക്കുകയാണേ. DC ഷണ്ട് മെഷീൻ എങ്ങനെ ഉണ്ടാവുക? യെസ്, ഈ രീതിയിൽ ഞാൻ ചെറിയൊരു ഡയഗ്രം ഒക്കെ വരക്കുകയാണ്. ഇവിടെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു. ഇത് ആർമേച്ചറാണ്. സോ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഇവിടെ ഒരു ഫീൽഡ് കറണ്ട്, ഷണ്ട് ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യും. നമുക്ക് വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു റെസിജ്വൽ മാഗ്നറ്റിസം ഉണ്ടാവണം. ആ റെസിജ്വൽ മാഗ്നറ്റിസം കൊണ്ട് ഒരു സ്മോൾ വോൾട്ടേജ് ഉണ്ടാവണം. ഓക്കെ, സാധാരണയായിട്ടൊരു 4 to 10 വോൾട്ട് റെസിജ്വൽ മാഗ്നറ്റിസം കൊണ്ടുള്ള വോൾട്ടേജ് ഉണ്ട് എന്നാണ് പറയുക. ഈ വോൾട്ടേജ് എന്തിന് കാരണമാകുന്നു? ഇറ്റ് വിൽ കോസ് എ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ടു ഫ്ലോ ത്രൂ ദി ഫീൽഡ്. ഈ ചെറിയ വോൾട്ടേജ്
ഫീൽഡിൽ കൂടി ഒരു ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി കാരണമാകുന്നു. സോ ഫീൽഡ് കറണ്ട് പതുക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, വോൾട്ടേജ് കുറച്ചുകൂടി സ്ട്രോങ് ആവും അല്ലേ, വോൾട്ടേജ് കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യും. സോ ഈ വോൾട്ടേജ് കുറച്ചുകൂടി കൂടുന്നതായിരിക്കും, അതായത് ഷണ്ട് ഫീൽഡ് കാരണം ഒരു ആർമേച്ചർ വോൾട്ടേജ് കുറച്ചുകൂടി ഉണ്ടാവും, ഓക്കെ, ബിൽഡപ്പ് ചെയ്യും. ദെൻ നമ്മുടെ റെസിജ്വൽ മാഗ്നറ്റിസം അതിനെ എയ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ കറണ്ട് ഉണ്ടാവേണ്ടത്. സപ്പോസ് നിലവിലെ റെസിജ്വൽ മാഗ്നറ്റിസം കൊണ്ടുള്ള ഈ വോൾട്ടേജ് പോവുകയാണെങ്കിൽ പിന്നെ വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവില്ല. സോ ഞാൻ പറഞ്ഞു വോൾട്ടേജ് ബിൽഡപ്പിനെ സഹായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വോൾട്ടേജ് പതുക്കെ ഇൻക്രീസ് ചെയ്യും അല്ലേ, ഈ വോൾട്ടേജ് പതുക്കെ ഇൻക്രീസ് ചെയ്യും. സോ ഈ ഷണ്ട് കറണ്ട് ഫീൽഡ് കറണ്ട് വീണ്ടും പതുക്കെ ഇൻക്രീസ് ചെയ്യും. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ റെസിജ്വൽ മാഗ്നറ്റിസം സ്ട്രെങ്തനിങ് ചെയ്യും, അത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, ഫീൽഡ് വീണ്ടും സ്ട്രോങ് ആവും, കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. നമ്മളതിന് ക്യുമുലേറ്റീവ് ആക്ഷൻ എന്നാണ് പറയുക. ഈ ഒരു ക്യുമുലേറ്റീവ് ആക്ഷൻ കാരണം വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യും അല്ലേ. യെസ്, അത് ഏത് വരെ പോവും? അൺടിൽ സാച്ചുറേഷൻ ലെവൽ. ഓക്കെ, സാച്ചുറേഷൻ ലെവൽ വരെയാണ് നമ്മുടെ ഈ ഒരു വോൾട്ടേജ് ബിൽഡപ്പും അതേപോലെ മാഗ്നറ്റിസം ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ പോവുക. സോ മാഗ്നറ്റിക് സാച്ചുറേഷൻ വരെ മാത്രമേ ഇത് പോവുകയുള്ളൂ, അതായത് കാന്തിക പരിധി എത്തുന്നത് വരെ മാത്രമേ ഇത് പോവുകയുള്ളൂ കേട്ടോ. സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യില്ല, അതാണ് അതിൻ്റെ ലിമിറ്റ്. സോ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ IF ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഫീൽഡ് കറണ്ട് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാന്തിക പരിധി എത്തുന്നവരെ, മാഗ്നറ്റിക് സാച്ചുറേഷൻ എത്തുന്നവരെ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോവാം. ലോഡിംഗ് സമയത്ത് ഒരു DC ഷണ്ട് ജനറേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് എന്തായിരിക്കും? ഓക്കെ, ലോഡിംഗ് സമയത്ത് ഒരു DC ഷണ്ട് ജനറേറ്ററിൻ്റെ നമ്മൾ സാധാരണ ഷണ്ട് മെഷീൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെ എടുക്കുക. ഇതാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ എങ്കിൽ ഒരു ചെറിയ രീതിയിൽ വോൾട്ടേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് കൊണ്ടോ ഒരു ചെറിയ വോൾട്ടേജ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് DC ഷണ്ട് മെഷീൻസ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മെഷീൻസ് ആണെന്ന് നമ്മൾ പറയല്ലേ. യെസ്, സോ ഐഡിയലി അത് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ചെറിയൊരു ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ IARA ഡ്രോപ്പ് കൊണ്ടോ ഒരു ചെറിയ രീതിയിൽ വോൾട്ടേജ് കുറയുന്നതായിരിക്കും അല്ലെ, ടെർമിനൽ വോൾട്ടേജ് ഒന്ന് കുറയും. കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഐഡിയൽ ക്യാരിയാണ്. സോ അല്പം കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. സമാന്തര പ്രവർത്തനത്തിന് സാധാരണഗതിയിൽ അഭിലഷണീയമായ DC ജനറേറ്റർ ഏതാണ്? സമാന്തര പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരലൽ ഓപ്പറേഷൻ ആണ് കേട്ടോ. പാരലൽ ഓപ്പറേഷന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെഷീനാണ്? ഷണ്ട് മെഷീൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് പാരലൽ ഓപ്പറേഷൻ യൂസ് ചെയ്യുക. അത് ഷണ്ട് ജനറേറ്ററിൻ്റെ മെഷീൻ്റെ ഒരു സ്മോൾ ഡ്രൂപ്പിംഗ് കാര എന്ന് പറയും അല്ലേ. ഈ ഒരു വോൾട്ടേജ് ചെറിയ രീതിയിൽ കുറയുന്നുണ്ടോ? യെസ്, അതിന് നമ്മൾ പറയുന്നവരാണ് ഡ്രൂപ്പിംഗ് കാര. സോ ആ ഡ്രൂപ്പിംഗ് കാരയാണ് നമ്മുടെ ഷണ്ട് ജനറേറ്ററിൻ്റെ പാരലൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് സഹായകമാകുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ നിമിയ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രത്തോളം അത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ഏരിയ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ, ചവർ പോലെ കിടക്കുകയാണ്. അപ്പം അത് മുഴുവൻ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. യെസ്, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സാധാരണയായിട്ട് പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെഷീൻ നോർമൽ ലെവലിലുള്ള ഷെയർ ഓഫ് ലോഡ് അല്ല ചെയ്യുന്നതെങ്കിൽ, ഒന്നുകിൽ കൂടുതലായിട്ടോ കുറവായിട്ടോ ആണ് ലോഡ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഇതിന് വോൾട്ടേജ് ഒന്ന് കുറയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ആ വോൾട്ടേജ് കുറയ്ക്കുന്നത് എന്തിനാണ്? ഇതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ലോഡ് ഷെയറിങ്ങിനുള്ള ആ ഒരു ഡിഫറൻസിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോൾട്ടേജ് ഡ്രൂപ്പിംഗ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? യെസ്, ഒറിജിനൽ ലോഡിലേക്ക് ഇത് റീസ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് അത് മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് കാരണം ആ ചെറിയ ഡ്രൂപ്പിംഗ് ക്യാരിയാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത് വലിയ രീതിയിലുള്ള ഒരു ഡ്രൂപ്പിംഗ് ക്യാരി അല്ല അല്ലേ, ചെറിയ രീതിയിൽ മാത്രമേ ഇതിൻ്റെ വോൾട്ടേജ് കുറയുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഡ്രൂപ്പിംഗ് ക്യാരി വരുന്നത് എവിടെയായിരിക്കും? യെസ്, അത് നമ്മുടെ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ആയിട്ടുള്ള മെഷീൻസിലാണ് അല്ലേ. അതിൻ്റെ ഒരു സംഭവം എന്താ, ഈ രീതിയിലൊക്കെയാണ് അതിൻ്റെ ക്യാര വരിക. നമ്മളിപ്പോൾ വോൾട്ടേജും ലോഡ് കറണ്ടും വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, ലോഡ് കൂടുന്ന സമയത്ത് വോൾട്ടേജ് പെട്ടെന്ന് അങ്ങ് ഡിപ്പാവും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനാണ് നമ്മൾ എക്സാക്റ്റ് ഡ്രൂപ്പിംഗ് ക്യാര എന്ന് പറയുക. ഇത് നമ്മൾ സാധാരണയായിട്ട് എവിടേക്കാണ് യൂസ് ചെയ്യുക?
യെസ്, വെൽഡിങ് മെഷീനിലൊക്കെ നമ്മൾ ആർക്ക് വെൽഡിങ് മെഷീനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ടൈപ്പ് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ആയിട്ടുള്ള മെഷീൻസ് ആയിരിക്കും, ജനറേറ്റേഴ്സ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഡ്രൂപ്പിംഗ് കെയർ കൊണ്ടാണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ദെൻ നെക്സ്റ്റ് പോയാലോ, സമാന്തര പ്രവർത്തനം പറഞ്ഞു അല്ലേ, ഷണ്ട് ജനറേറ്ററാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ഒരു ആർക്ക് വെൽഡിങ് കേട്ടോ. ഒരു ആർക്ക് വെൽഡിങ്ങിൽ സ്ഥായിയായി ആർക്ക് ലഭിക്കാൻ ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു DC ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, യെസ്. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ ഡ്രൂപ്പിംഗ് കെയർ കൊണ്ടാണ്. ഡ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ആ വോൾട്ടേജ് പെട്ടെന്ന് ഡിപ്പാവുന്ന ആ ഒരു ഇതാണ് കേട്ടോ. വോൾട്ടേജ് ഡ്രോപ്പ് പെട്ടെന്ന് കുറയുന്ന ആ ഒരു ഈ ഒരു കെയറൊക്കെ പറയുന്നതാണ് കേട്ടോ ഡ്രൂപ്പിംഗ് കെയർ. നമുക്കറിയാം വെൽഡിങ്ങിൻ്റെ സമയത്ത് എന്താ സംഭവിക്കണ്ടേ, നമ്മൾ വൺസ് ആർക്ക് അവിടെ സെറ്റായി കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ത് ചെയ്യണം, നന്നായിട്ട് കുറയണം, കറണ്ട് അവിടെ വളരെ നല്ല രീതിയിൽ കൂടണം. എന്നാൽ മാത്രമേ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള നമുക്കൊരു ആർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, സോ DC ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മെഷീൻസ് ആണ് യൂസ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ദെൻ ഷണ്ട് ജനറേറ്റർ നമ്മൾ സാധാരണ ബാറ്ററി ചാർജിങ്ങിനൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും, അതിൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. യെസ്, വോൾട്ടേജ് റെഗുലേഷൻ വളരെ നല്ലതാണ് ഷണ്ടിൻ്റെ കേസിൽ. സോ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നന്നായിരിക്കും. ഒരു മോട്ടോറിൻ്റെ നെയിം പ്ലേറ്റ് സൂചിപ്പിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓക്കെ, ഷാഫ്റ്റ് പവർ ആണ് കേട്ടോ നമ്മുടെ മോട്ടോറിൻ്റെ നെയിം പ്ലേറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഷാഫ്റ്റിലെ ഔട്ട്പുട്ട് പവർ, ഗ്രോസ് പവർ, വോൾട്ട് ആംപിയറിൽ എടുക്കുന്ന പവർ, വാട്ട്സിൽ എടുക്കുന്ന പവർ. ഷാഫ്റ്റ് പവറാണ് നമ്മൾ സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുക. ഷാഫ്റ്റ് പവർ എന്താ, നമ്മൾ മോട്ടോറിൻ്റെ മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് അല്ലേ ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഔട്ട്പുട്ട് പവർ അറ്റ് ഷാഫ്റ്റ് ആണ് നമ്മൾ നെയിം പ്ലേറ്റിൽ കാണിച്ചിട്ടുണ്ടാവുക. മോട്ടോറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് സപ്ലൈ ചെയ്യുക അല്ലെ. ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് റൊട്ടേഷണൽ മോഷനാണ് കിട്ടുക അല്ലെ, മോട്ടോർ കറങ്ങുന്നുണ്ടാവും. സോ ഷാഫ്റ്റ് പവർ എത്രയാണോ, ഓക്കെ, ഷാഫ്റ്റ് പവർ എത്രയാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നെയിം പ്ലേറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു DC കോമ്പൗണ്ട് മോട്ടോറിൽ ഫീൽഡ് റെഗുലേറ്റർ നൽകിയിരിക്കുന്നത് എന്തിനാണ്? ആംപിയർ കറണ്ട് പരിമിതപ്പെടുത്താൻ, ഫ്ലക്സ് നിയന്ത്രിക്കാൻ, ഫീൽഡിൽ നിന്നും ഭാഗികമായി കാന്തികത മാറ്റാൻ, ഇവയൊന്നുമല്ല. നമ്മൾ 3 പോയിന്റ് സ്റ്റാർട്ടറൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലേ. യെസ്, ഒരു വീഡിയോയിൽ ഞാനൊരു 5-10 മിനിറ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത സാധനമാണ് 3 പോയിന്റ് സ്റ്റാർട്ടർ. സോ 2 പോയിന്റ് സ്റ്റാർട്ടർ, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നമ്മൾ പറയാറുണ്ട് 3 പോയിന്റ് ഷണ്ടിലും കോമ്പൗണ്ടിലും നമ്മൾ എന്ത് ചെയ്യും, 3 പോയിന്റ് യൂസ് ചെയ്യും. 2 പോയിന്റ് ആണെങ്കിൽ സീരീസിൽ യൂസ് ചെയ്യും. 4 പോയിന്റ് സ്റ്റാർട്ടർ ആണെങ്കിൽ ഷണ്ട് മോട്ടോറിൽ തന്നെ ഫീൽഡ് കൺട്രോൾ അല്ലേ, ഫീൽഡ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 പോയിന്റ് സ്റ്റാർട്ടർ ആയിരിക്കും. ഫീൽഡ് കൺട്രോൾ ഫെസിലിറ്റി ഉള്ളത് 4 പോയിന്റ് സ്റ്റാർട്ടറിൽ മാത്രമാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ സീരീസിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു DC കോമ്പൗണ്ട് മോട്ടോറിൽ ഫീൽഡ് റെഗുലേറ്റർ നൽകിയിരിക്കുന്നത് എന്തിനാണ്? അത് ഫ്ലക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് ആൻസർ അത് ഫ്ലക്സ് കൺട്രോൾ ചെയ്യാൻ എന്നാണ്. പക്ഷേ ഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത് ഫീൽഡ് കറണ്ട് വേരി ചെയ്തിട്ടാണ്. ഫീൽഡ് കൺട്രോളിനെ വേരി ചെയ്തിട്ട്, ഫീൽഡ് കൺട്രോളിനെ കുറച്ചുകൊണ്ടാണ് നമ്മൾ ഫ്ലക്സ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഫ്ലക്സ് കുറക്കുക. അപ്പോൾ കണ്ടോ, ആംപിയർ കറണ്ട് പരിമിതപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യം അതിൻ്റെ പ്രൊഫഷണൽ കീഴിലുള്ള ആൻസർ ഫ്ലക്സ് നിയന്ത്രിക്കാൻ എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. പക്ഷേ അത് ചലഞ്ച് ചെയ്യപ്പെട്ടു. ആംപിയർ കറണ്ട് പരിമിതപ്പെടുത്താൻ, അതും ചിലപ്പോൾ വരാല്ലേ, കറണ്ട് കൺട്രോൾ ചെയ്തിട്ടാണല്ലോ ഫീൽഡിൽ നിന്നും ഭാഗികമായി കാന്തികത മാറ്റാൻ. അതിലെനിക്ക് അത്ര ഒരു ഷുവർട്ടി ഇല്ല. പക്ഷേ അതിനുശേഷം ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് കേട്ടോ, ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. ഫ്ലക്സ് കൺട്രോൾ ചെയ്യാനെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൻ ദ സ്പീഡ് ഓഫ് എ ഷണ്ട് ഓർ കോമ്പൗണ്ട് മോട്ടോർ ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബിയോണ്ട് ഇറ്റ്സ് റേറ്റഡ് സ്പീഡ്, ദി റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദി ഫീൽഡ് റെഗുലേറ്റർ, ഓക്കെ, ടു റെഡ്യൂസ് ദി ഫീൽഡ് കറണ്ട് ആൻഡ് ദെയർബൈ ഫീൽഡ് ഫ്ലക്സ്. കണ്ടോ, ഫീൽഡ് ഫ്ലക്സ് കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. കണ്ടോ, പക്ഷേ ഇവിടെ ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു വേർഡ് കണ്ടോ, ചിലപ്പം ഈ വേർഡ് വെച്ചിട്ട് അവർ ചിലപ്പം ഇതിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ആംപിയർ കറണ്ട് പരിമിതപ്പെടുത്താൻ എന്നുള്ളത് കൂടി വെച്ചിട്ട് ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് എന്താ, ഫ്ലക്സ് കൺട്രോൾ ചെയ്യുക, ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ? യെസ്, നെക്സ്റ്റ് പോവാം. ഒരു DC മോട്ടോറിൻ്റെ ഭ്രമണ ദിശ മാറ്റാൻ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഒരു DC മോട്ടോറിൻ്റെ റൊട്ടേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഓക്കെ, സപ്ലൈ ടെർമിനൽ മാറ്റണം, ഫീൽഡ് ടെർമിനൽ മാറ്റണം, ആർമേച്ചർ അല്ലെങ്കിൽ ഫീൽഡ് ടെർമിനൽ മാറ്റണം. സപ്ലൈ ടെർമിനൽ മാറ്റണം, അത് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല. സപ്ലൈ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഫീൽഡും ആർമേച്ചറും ഒരുമിച്ച് മാറിയേക്കാം അല്ലേ, ഫീൽഡും ആർമേച്ചറും ഒരുമിച്ച് മാറിയേക്കാം സപ്ലൈ. ഞാൻ ഒരു ഉദാഹരണത്തിനൊരു
ഷണ്ട് മെഷീൻ എടുക്കുകയെന്ന് വിചാരിച്ചോ കേട്ടോ. ഷണ്ട് മെഷീൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലേ മെഷീൻ വരിക. സപ്ലൈ വോൾട്ടേജ് ടെർമിനൽ മാറ്റി എന്ത് സംഭവിക്കും? ഫീൽഡിൻ്റെയും ആർമേച്ചറിൻ്റെയും കണക്ഷൻസ് ഒരുമിച്ച് മാറും. അപ്പോൾ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമില്ല അല്ലേ. ഇനി ഫീൽഡ് ടെർമിനൽ മാറ്റണം, അത് കറക്റ്റാണ്. ഫീൽഡ് മാറ്റിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റൊട്ടേഷൻ മാറ്റാൻ വേണ്ടി പറ്റും. ഇനി അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ആണോ? അല്ല. ആർമേച്ചർ അല്ലെങ്കിൽ ഫീൽഡ് ടെർമിനൽ മാറ്റുക, ഒന്നുകിൽ ആർമേച്ചർ ടെർമിനലുകൾ മാറ്റുക, അപ്പോൾ എന്ത് ചെയ്യും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫീൽഡ് ടെർമിനൽ മാറ്റുക. ഓക്കെ, അതാണ് അതിൻ്റെ ബെസ്റ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകിൽ ആർമേച്ചർ ടെർമിനൽസിൻ്റെ കണക്ഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് ടെർമിനലിൻ്റെ കണക്ഷൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഒരു ഡി സി മോട്ടോറിൻ്റെ ടോർക്ക് ആർമേച്ചർ കറണ്ടിനെ ആശ്രയിച്ചിരിക്കും, കാന്തിക മണ്ഡലത്തെ ആശ്രയിച്ചിരിക്കും, വേഗത്തെ ആശ്രയിച്ചിരിക്കും, കാന്തിക മണ്ഡലത്തെയും ആർമേച്ചർ കറണ്ടിനെയും ആശ്രയിച്ചിരിക്കും. എന്താ ഇ ബി ടോർക്ക് അല്ലേ, ടോർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ടോർക്ക് പറയുന്നത് എന്താ? ഈസ് പ്രൊപ്പോർഷണൽ ടു 5 × IA ആണ്. ഓക്കെ, ആർമേച്ചർ കറണ്ടിനെ ആശ്രയിക്കുന്നുണ്ട്, ഫ്ലക്സിനെയും ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? കാന്തിക മണ്ഡലം തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. സോ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ എന്താണ്, ചിലപ്പോൾ ITI സിലബസ് മാത്രം പഠിച്ചവർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് നല്ല സ്മൂത്തായിട്ട് പോകുന്ന രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഡി സി മോട്ടോറിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ബാക്കി EMFൻ്റെ ഇക്വേഷൻ എന്താണ്? EB = 5ZN/60 × P/A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ ഇവർ ഇക്വേഷൻ ഒരു സിംഗിൾ ലൈനിൽ കൊടുത്തപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കി. കണ്ടോ? സോ ആക്ച്വലി ഇതിൻ്റെ ഓപ്ഷൻസ് പ്രകാരം ഏതാ കറക്റ്റ് ആവണ്ടേ? EB = 5ZN/60 × P/A. ഇതൊക്കെ ഒരു ബ്രാക്കറ്റിലൊക്കെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, കറക്റ്റായിട്ട് ആൻസർ പിക്ക് ചെയ്യായിരുന്നു. ഇതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ, ഇതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ എന്താ, ഇങ്ങനെ സിംഗിൾ ലൈനിൽ കൊടുത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ചലഞ്ച് ചെയ്തു. കാരണം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാലോ, ഫസ്റ്റ് സാധനം ഓക്കെയാണ്. ഇനി ഇത് സെക്കൻഡ് സാധനത്തിൽ നമ്മൾ നോക്കിക്കോ, എഴുതുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കുമല്ലോ, P/A എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ മാത്രമാണോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ മാത്രമാണോ, കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുന്നില്ല അല്ലേ. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും ചലഞ്ച് ചെയ്യപ്പെട്ടു, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സോ അത് ക്വസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് തന്നെയാണ്. ഇക്വേഷൻസ് തരുമ്പോൾ ഒരിക്കലും സിംഗിൾ ലൈനിൽ തരാൻ വേണ്ടി പാടില്ല. ആക്ച്വലി എ തന്നെയാണ് ആൻസർ, എ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് എ എന്ന് പറയുന്ന ആൻസർ പിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ രീതിയിൽ തന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, ചലഞ്ച് ചെയ്തിട്ടുണ്ടാവാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം ഞാൻ ബി ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബി എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? EB = 5ZP/60. കണ്ടോ, ഇവിടെ ഇൻറ്റു ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ വിചാരിക്കും എന്താ, ഇവിടെ തന്നെ എഴുതിക്കൂടെ, ഇനി ഇങ്ങനെ എന്ന് എഴുതിക്കൂടെ അല്ലേ. ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഏത് രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അല്ലേ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാവാൻ ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. പക്ഷേ ആക്ച്വലി ആൻസർ ആയിട്ട് വരേണ്ടത് ഇതാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് പോവാം. പോയിന്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന മോട്ടോർ ഏതാണ്? ഓക്കെ, ഇവിടെ 3.0, 2.0, 4.0 ഒന്നും പറയാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഇത് ഡിലീറ്റഡ് ആയിരുന്നു. സീരീസ് മോട്ടോർ, പാരലൽ മോട്ടോർ, ഷണ്ട് മോട്ടോർ, കോമ്പൗണ്ട് മോട്ടോർ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കുക. സീരീസ് മോട്ടോർ നമ്മൾ 2 പോയിൻ്റ് ആണ്. ദെൻ ഷണ്ട് മോട്ടോർ നമ്മൾ ഇത് ഉപയോഗിക്കും 3 പോയിൻ്റ് യൂസ് ചെയ്യും, 4 പോയിൻ്റ് യൂസ് ചെയ്യും കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ കോമ്പൗണ്ട് മോട്ടോർ നമുക്ക് എന്ത് ചെയ്യാം, 3 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കുക. 4 പോയിൻ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? യെസ്, 4 പോയിൻ്റ് എന്ന് പറയുന്നത് ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ നമുക്ക് ഫ്ലക്സ് കൺട്രോൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? യെസ്, ഈ 4 പോയിൻ്റ് സ്റ്റാർട്ടർ ആയിരിക്കും. ഓക്കെ, ഫീൽഡ് കൺട്രോൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻ എവിടെയാണുള്ളത്? 4 പോയിൻ്റ് സ്റ്റാർട്ടറിലാണ് ഉള്ളത്. നെക്സ്റ്റ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോറിലെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ. സോ അത് കപ്പാസിറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫേസ് സ്പ്ലിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ, അതിൽ വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. യെസ്. നെക്സ്റ്റ് പോവാം.
സിംഗിൾ ഫേസ് മോട്ടോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഡാഷ് ആകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ഇൻ്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന സാധനമാണ്. സിംഗിൾ ഫേസ് മോട്ടോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഏത് ടൈപ്പാണ്? സെറാമിക്, മൈക്ക, ഇലക്ട്രോലിറ്റിക്, ഫിലിംഗ് കപ്പാസിറ്റർ. നമ്മൾ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് എന്തുകൊണ്ടാണ്? സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എപ്പോഴും ഒരു ഷോർട്ട് ഡ്യൂട്ടി കേട്ടോ, ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഒരു ഷോർട്ട് ഡ്യൂട്ടി ആയിട്ടുള്ള കപ്പാസിറ്റർ ആയിരിക്കും നമ്മൾ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ് നമ്മൾ സ്റ്റാർട്ടിങ് പർപ്പസിന് യൂസ് ചെയ്യുക. അത് പേപ്പറോ അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററോ ആയിരിക്കും. നോൺ പോളറൈസ്ഡ് ടൈപ്പ് ആയിരിക്കും. നോൺ പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ പോളറൈസേഷൻ സംഭവിക്കില്ല, അതായത് DC ടൈപ്പ് ആയിരിക്കില്ല. ഓക്കെ, യെസ്. അതായത് ഇൻ AC കപ്പാസിറ്റർ ടൈപ്പ് ഓഫ് മോട്ടോറിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഓഫ് ഷോർട്ട് ഡ്യൂട്ടി കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ടേബിൾ ഫാൻ മോട്ടോറിൻ്റെ സ്പീഡ് ഡാഷ് ആകുന്നു. ടേബിൾ ഫാൻ മോട്ടോറിൻ്റെ സ്പീഡ് ഡാഷ് ആകുന്നു. സിങ്ക്രണസ് സ്പീഡിന് തുല്യം, സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കൂടുതൽ, സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറവ്, 0 ആയിരിക്കും. എന്നാലും 0 ഒന്നുമല്ല അല്ലേ, കാരണം അവൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ടേബിൾ ഫാൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ് കേട്ടോ. ടേബിൾ ഫാനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ സ്പ്ലിറ്റ് ഫേസ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ എന്താ പ്രത്യേകത? അതെപ്പോഴും സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറഞ്ഞ വേഗതയിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ സിങ്ക്രണസ് സ്പീഡിന് തുല്യമായിരിക്കുമോ? അല്ല. കൂടുതലായിരിക്കുമോ? അല്ല, കുറവായിരിക്കും അല്ലേ. സാധാരണയായിട്ട് ഒരു 1500 ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ഒരു 1000 RPM താഴെയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. 1000 RPM ഒക്കെയാണ് ഉണ്ടാവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് 1000 RPM എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോം അപ്ലയൻസസ് എന്നുള്ള സെക്ഷനല്ലേ, സ്പീഡ് ഓഫ് ദി ഫാൻ ഈസ് ലിമിറ്റഡ് ടു 1000 RPM എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പം അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ടേബിൾ ഫാൻ്റെത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അത് ഇൻഡക്ഷൻ മോട്ടറാണ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതുകൊണ്ട് തന്നെ അത് സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറവായിരിക്കും എന്നുള്ള ആൻസറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. DOL സ്റ്റാർട്ടർ ഉപയോഗിച്ച് ഇൻഡക്ഷൻ മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ മുഴുവൻ സപ്ലൈ വോൾട്ടേജ് ലഭിക്കും. എന്തുകൊണ്ട്? അത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ് അല്ലേ. യെസ്, സപ്ലൈ വോൾട്ടേജ് എത്ര ആയിരിക്കും അത് മുഴുവനായിട്ടും അവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. DOL, ഓട്ടോ ട്രാൻസ്ഫോമർ, സ്റ്റാർ ഡെൽറ്റ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു കമ്പാരിസണൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല കേട്ടോ. യെസ്, ഇൻഡക്ഷൻ മോട്ടോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് എവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ടല്ലേ, സ്പ്ലിറ്റ് ഫേസും ഉണ്ട്, സ്ക്വിറൽ ഗേജും ഉണ്ട്. അതിൽ സ്ക്വിറൽ ഗേജിൻ്റെ കേസിൽ നമുക്ക് റോട്ടർ അവൈലബിൾ അല്ല എന്നുള്ള കൺസെപ്റ്റിൽ കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്ലിറ്റ് റിങ്ങിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് റോട്ടർ പുറത്തേക്ക് നമുക്ക് ബ്രഷസ് വഴി അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്നുള്ള മെത്തേഡ് ഇവിടെ മാത്രമേ ഉള്ളൂ, സ്ലിപ്പ് റിങ്ങിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 3 ഫേസ് സ്ലിപ്പ് റിങ് മോട്ടോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാർട്ടർ താഴെ പറയുന്നതിൽ ഏതാകുന്നു? ഓക്കെ, സോ 3 ഫേസ് സ്ലിപ്പ് റിംഗ് ആണ്. DOL, സ്റ്റാർ ഡെൽറ്റ, റോട്ടർ റെസിസ്റ്റൻസ്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലേ. റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ നമുക്ക് എവിടെ മാത്രമേ അവൈലബിൾ ഉള്ളൂ? സ്ലിപ്പ് റിങ്ങിൽ മാത്രമേ ഉള്ളൂ. സ്ക്വിറൽ ഗേജിൻ്റെ കേസിൽ നമുക്ക് അവിടെ റോട്ടർ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത് ഓൾറെഡി ഒരു സ്ക്വിറൽ കേജാണ്, അത് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് പുറത്തേക്ക് നമുക്ക് യാതൊരുവിധ പ്രൊവിഷൻസും ഇല്ല അല്ലേ. സോ ആൻസർ എന്താ? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ, റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഈ ഒരു ഭാഗം ചോദിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സ്ലിപ്പ് എത്രയാണ്? വളരെ എളുപ്പമാണ്, 1 എന്നുള്ളതാണ് ആൻസർ അല്ലേ. എന്തുകൊണ്ടാണ്? സ്ലിപ്പ് എന്താ? സ്ലിപ്പ് പറയുന്നത് നമ്മുടെ NS - NR/NS അല്ലേ. യെസ്, സ്റ്റാർട്ടിങ് ടൈമിൽ ഉള്ള സ്ലിപ്പല്ലേ ചോദിച്ചേ. സോ സ്റ്റാർട്ടിങ് ടൈമിൽ NR എത്രയായിരിക്കും? NR 0 ആണല്ലേ. നമ്മുടെ റോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. സോ സ്റ്റാർട്ടിങ് ടൈമിലെ NS എത്രയാണ്? അത് സിംഗിൾ സ്പീഡ് ഇപ്പം 1500 ആണെന്ന് വിചാരിച്ചോ, -0/1500 എത്രയാ? 1. സോ സ്റ്റാർട്ടിങ് ടൈമിൽ സ്ലിപ്പ് 1 ആണെന്നും സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് 0 ആണെന്നും മനസ്സിലാക്കുക. ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കേസിൽ സ്ലിപ്പ് ഒരിക്കലും 0 എന്ന കേസ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ബിറ്റ്വീൻ 0 and 1. ആ ഒരു കേസിലാണ് ഉണ്ടാവുക കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പോവാം.
ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ചട്ടക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് പദാർത്ഥം കൊണ്ടാണ്? ഇതൊന്ന് ചട്ടക്കൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നവരെന്താ? ഫ്രെയിം ആയിരിക്കും അല്ലേ? യെസ്, ഫ്രെയിമാണ്. സിലിക്കൺ സ്റ്റീല്, പോർസലിൻ, ചെമ്പ്, കാസ്റ്റ് അയൺ. അപ്പോൾ പോർസലിനും ചെമ്പും ഒക്കെ നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. ഒന്നുകിൽ സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആണ് വരിക. സിലിക്കൺ സ്റ്റീൽ നമ്മൾ എവിടെയാണ് കേട്ടെ? സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ്, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ കോറ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ? സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് വെച്ചിട്ടാണ്. കാസ്റ്റ് അയൺ ആണ് നമ്മൾ സാധാരണയായിട്ട് ഫ്രെയിം, ഓക്കെ, ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഷീൻസിൻ്റെ, ഇൻഡക്ഷൻ മോട്ടർ ആയാലും ബാക്കിയുള്ള റൊട്ടേറ്റിംഗ് മെഷീൻസിൻ്റെ ഒക്കെ യെസ് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ് മെറ്റീരിയൽ, അതിൻ്റെ തിക്നെസ് എത്രയാണ്, ലാമിനേഷൻസിൻ്റെ തിക്നെസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത് എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് മുഴുവൻ വിഷയങ്ങളും മുഴുവൻ ഏരിയയും പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 20-ലൊരു 18 നന്നായിട്ട് 18, 19 നമുക്ക് സ്കോർ ചെയ്യാം. ഫുൾ അടിക്കുന്ന ടീമുണ്ട് കേട്ടോ. നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കി കുറേ പ്രാവശ്യം, ഒരു 5ഉം 6ഉം പ്രാവശ്യമൊക്കെ പഠിച്ച് അത്രയും പോർഷൻസ് വെള്ളം പോലെ ആക്കിയിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെയാണ് ഈ പറയുന്ന എക്സാമ്പിൾ. ഇപ്പം 1ഉം 2ഉം വേക്കൻസി ഒക്കെയുള്ള പരീക്ഷകളിലെ അതിലൊരു 5ഓ 6ഓ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്താൽ തന്നെ ടോപ്പ് മാർക്ക് മിക്കവാറും 89 ഒക്കെ കിട്ടാറുണ്ട്, 89, 90 ഒക്കെ കിട്ടാറുണ്ട്. അതെങ്ങനെ കിട്ടുന്നത്? യെസ്, വളരെ നന്നായിട്ട് പഠിക്കണം. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? നിമി ടെക്സ്റ്റ് ബുക്ക് അവർക്ക് കാണാപ്പാടായിരിക്കും. ആ രീതിയിൽ പഠിച്ചവർക്കാണ് ഈ 1ഉം 2ഉം വേക്കൻസി ഒക്കെയുള്ള പരീക്ഷകളിൽ പോലും ഓക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മിക്കവാറും ഇലക്ട്രീഷ്യൻ പരീക്ഷകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേക്കൻസികൾ പൊതുവെ കുറവായിരിക്കും അല്ലേ? എന്നാലും അതിൻ്റെ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും. കാരണം നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ഇഷ്ടം പോലെ ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. നെക്സ്റ്റ് പോവാം. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ്? ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് അല്ലേ? നോ ലോഡ് ടെസ്റ്റും ഉണ്ട്, ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് ഉണ്ട്. നോ ലോഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനായിരിക്കും? യെസ്, സാധാരണയായിട്ട് 2 ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് പറയുക. നോ ലോഡ് ടെസ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിൽ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ലോസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എന്തൊക്കെയാണ് കോൺസ്റ്റൻറ്റ് ലോസസ്? മെക്കാനിക്കൽ ലോസും അയേൺ ലോസും, അതായത് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ്, ദെൻ അയേൺ ലോസ് നമ്മൾ ഏത് വഴിയാണ് കണ്ടുപിടിക്കുക? നോ ലോഡ് ടെസ്റ്റിലാണ് കണ്ടുപിടിക്കുക. ഇനി കോപ്പർ ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കുന്നത് ഏത് വഴിയാണ്? നമ്മുടെ ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റാണ് കേട്ടോ. യെസ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? കോപ്പർ ലോസ് കാണാൻ വേണ്ടിയിട്ടാണ്, ഫുൾ ലോഡ് കോപ്പർ ലോസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ ടൈമർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചെറിയ പോയിന്റ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂലക്കുള്ളൊരു സാധനമുണ്ട്, അതിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ഓവർലോഡ് ട്രിപ്പ് ചെയ്യാൻ, സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറ്റാൻ, റെസിസ്റ്റൻസ് നിയന്ത്രിക്കാൻ, കപ്പാസിറ്റൻസ് നിയന്ത്രിക്കാൻ. സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അതിൽ കുറേ സെൻറ്റൻസ് പറഞ്ഞ ശേഷം ഒരു മൂലക്കുണ്ട് ടൈമർ. ഓക്കെ, ടൈമർ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിൽ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടാകും, അത് മാത്രം എഴുതിയെടുക്കുക. ഓക്കെ, അതിൻ്റെ ഫുൾ ഓപ്പറേഷൻ അറിയണം നിർബന്ധമില്ല, കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. സോ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, MCB, കോണ്ടാക്ടറുകൾ, ഓവർലോഡ് റിലേ എന്നിവ സ്ക്രൂ ഇല്ലാതെ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഉപയോഗിച്ചാണ്? ടെർമിനൽ കണക്ടർ, PVC ചാനൽ, തിമ്പിൾസ്, ഡിൻ റെയിൽ. ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് പഠിക്കുന്ന സമയത്ത്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് ലിമിറ്റ് സ്വിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു ഡിൻ റെയിൽ. ഓക്കെ, ഡിൻ റെയിലിൻ്റെ പർപ്പസ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന MCBയും കോണ്ടാക്ടറും ഓവർലോഡ് റിലേയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഡിൻ റെയിൽ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇതാ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് അവർ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ സിങ്ക് പ്ലേറ്റഡ് ഓർ ക്രോമേറ്റഡ് മെറ്റൽ റെയിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മൗണ്ടിങ് ദി കൺട്രോൾ ആക്സസറീസ് ലൈക്ക് MCB, കോണ്ടാക്ടർ ഓർ OLR വിത്തൗട്ട് യൂസിങ് സ്ക്രൂസ് ഇൻസൈഡ് ദി കൺട്രോൾ പാനൽ. കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇങ്ങനെ ഇതിനകത്ത് കയറ്റി കൊടുക്കാം, ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടോ, യെസ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതേത് പാർട്ടാണ്? ലേ ഔട്ട് എന്താണ്?
ഒരു പാട്ടുണ്ടല്ലോ, മോട്ടോർ പാനൽ വയറിംഗ് എന്ന് പറഞ്ഞിട്ട്, AC മോട്ടോർ പാനൽ വയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ വരുന്നത് പാനൽ വയറിംഗ്, ഓക്കെ, പാനൽ വയറിംഗ് എന്നുള്ളൊരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ AC മോട്ടോർ പാനൽ വയറിംഗ് എന്നുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് ചോദിക്കാനാണ് സാധ്യത കേട്ടോ. പാനൽ വയറിംഗ് എന്ന് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ വന്നതായിരിക്കും, ചോദിച്ച ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, പരമാവധി നിങ്ങൾക്ക് പറ്റുന്നത്ര സിലബസിന് പുറത്ത് നിന്നൊന്ന് നോക്കുക. ആ സിലബസിൽ നിന്ന് തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അല്ലേ. കാരണം നമ്മുടെ 10 മൊഡ്യൂളിലെ സിലബസ് കൊടുത്തതിന് ശേഷം താഴെ ഒരു വേർഡ്, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇതൊക്കെയാണ് സിലബസ് എങ്കിലും എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആവശ്യമായ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, 20ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ചോദ്യങ്ങളുടെ ടഫ്നെസ് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ ITI പഠിച്ചവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവും, ഇത് ടഫായിട്ടുള്ള ചോദ്യമാണോ അല്ലെങ്കിൽ ഈസി ആണോ ആവറേജ് ആണോ എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും. അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കൺട്രോൾ എലമെൻറ്റ്, കൺട്രോൾ പാനൽ വയറിങ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ. പവർ ഇലക്ട്രീഷ്യൻ, ഓക്കെ, ആ ഒരു സെക്ഷനിൽ നിന്നാണ്. ലേ ഔട്ട് ഓഫ് കൺട്രോൾ ക്യാബിനറ്റ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ ഡിൻ റെയിലിൻ്റെ ചോദ്യം വന്നത്. ആക്ച്വലി ഇത് നമ്മുടെ മോട്ടോർ പാനൽ വയറിങ്ങിൽ ഇൻക്ലൂഡഡ് ആവുമോ? ഇൻക്ലൂഡ് ആവില്ല, ഇത് പുറത്തുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാനൽ ബോർഡ് വയറിങ്ങും ഒക്കെ വേറെ ഏരിയ ആണല്ലോ. പക്ഷേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. സോ അത്രയും കാര്യങ്ങൾ മതി. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ടിൽ ദെൻ ബൈ.